വിദ്യാലയങ്ങളെല്ലാം ഹൈടെക് ആകുമ്പോൾ 100-ാം വർഷത്തിലേക്ക് കടക്കുന്ന സർക്കാർ സ്കൂൾ ഇന്നും പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിൽ. കാസർഗോഡ് മഞ്ചേശ്വരം ഉദ്യാവർത്തോട്ട GMLP സ്കൂളിലാണ് ഈ ദുരവസ്ഥ. സ്കൂളിനോട് ചേർന്ന് അങ്കണവാടിയും പ്രവർത്തിക്കുന്നുണ്ട്. 1927 ജനുവരി 1 അന്നാണ് ഉദ്യാവാർ തോട്ട GMLP സ്കൂൾ പ്രവർത്തനം തുടങ്ങുന്നത്. ഓടുമേഞ്ഞ ഹാൾ മാതൃകയിലുള്ള വാടക കെട്ടിടത്തിൽ തട്ടികൾ വെച്ച് തിരിച്ചായിരുന്നു ക്ലാസ് മുറികൾ. 100 വർഷം പിന്നിടുമ്പോഴും ഇന്നും അതിന് മാറ്റമില്ല. 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലായി 26 കുട്ടികൾ. 4 ക്ലാസ് മുറികളിലൊന്നിൽ 16 കുട്ടികളുമായി ഉദ്യാവാറിലെ 26-ാം നമ്പർ അങ്കണവാടിയും ഇവിടെയുണ്ട്. വിദ്യാലയങ്ങളെല്ലാം ഹൈടെക് ആകുമ്പോഴാണ് ഈ ദുരവസ്ഥ. ഈ സ്കൂളിൽ പോകുമ്പോൾ ഒരു ബെഞ്ച് പോലും ഇല്ല. നിങ്ങൾ നോക്ക്, അവിടെ അങ്കണവാടി ഉണ്ട്. ആ അങ്കണവാടിയിൽ കുട്ടികൾ നിലത്തിരുന്ന് പഠിക്കുകയാണ്. ഒരു പായ പോലും ഇല്ല, ഒരു ടോയ്സ് പോലും ഇല്ല. സത്യം പറഞ്ഞാൽ കുട്ടികൾ അവിടെ തന്നെ മുകളിലേക്ക് സാധനം വെച്ചിട്ടുണ്ട്. അത് താഴെ വീണാൽ കുട്ടികൾ പോയില്ലേ. ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അന്വേഷണം കാര്യങ്ങൾ വരുന്നതിന് മുമ്പ്, അതിന് മുമ്പല്ലേ ഒന്ന് ഇരുന്ന് അതിന് പ്രപ്പോസൽ തയ്യാറാക്കി ഇതിന് ഒരു എങ്ങനെയൊക്കെ ഇതിനെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നൊരു ചിന്ത ബന്ധപ്പെട്ട സർക്കാരിൽ നിന്ന് അടിയന്തരമായി ഉണ്ടായിരിക്കണമെന്നത് നാട്ടുകാരുടെ ആവശ്യമാണ്. നേരത്തെ 200-ലേറെ കുട്ടികൾ പഠിച്ചിരുന്ന വിദ്യാലയമാണ്. സൗകര്യങ്ങൾ പരിമിതമായതോടെ കുട്ടികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. ഞാൻ ഇവിടെ പഠിച്ചായിരുന്നു. നല്ല സ്കൂൾ 100-200 കുട്ടികളുണ്ടായി. ABCD എല്ലാം ഉണ്ടായി. ആട്ടെ അല്ല, കാണുമ്പോൾ ബേജാറാണ്. ഇപ്പോൾ ഈ ടൈമിൽ വീണ് പോകുന്നത് പറയാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം താൽക്കാലിക ഫിറ്റ്നസ് നൽകിയാണ് സ്കൂൾ പ്രവർത്തിച്ചത്. ഇത്തവണ അതുമില്ല. കാലപ്പഴക്കമുള്ള കെട്ടിടത്തിൽ അപകട ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്കൂളിൽ ആകെയുള്ളത് ഒരു ശൗചാലയം മാത്രം, അതും തൊട്ടടുത്ത മദ്രസയുടേത്. സ്കൂളിനും അങ്കണവാടിക്കുമുള്ള വെള്ളമെടുക്കുന്നത് തൊട്ടടുത്ത വീട്ടിൽ നിന്ന്. സ്കൂളിനോട് ചേർന്ന് ഒരു ചെറിയ ഷെഡാണ് ഇവിടുത്തെ കഞ്ഞിപ്പുര. മഞ്ചേശ്വരം 1000 ജമാഅത്തിന് കീഴിലുള്ള ഷെയ്ഖ് സുൽത്താൻ ചെറിയ പള്ളിക്ക് കീഴിലാണ് ഈ സ്കൂൾ കെട്ടിടം. വാടകക്കായതിനാൽ സർക്കാർ സഹായം പോലും ലഭിക്കുന്നില്ല. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാടൊട്ടുക്കും വിദ്യാലയങ്ങൾക്ക് ആധുനിക രീതിയിലുള്ള കെട്ടിടങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് വളരെ പരിതാപകരമായ അവസ്ഥയിൽ ഒരു സർക്കാർ വിദ്യാലയം മുന്നോട്ട് പോകുന്നത്. താൽക്കാലിക ഫിറ്റ്നസ് പോലും ലഭ്യമാകാത്ത കെട്ടിടത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ജീവൻ പണയം വെച്ചാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഇതിനൊരു പരിഹാരം അധികൃതർ കണ്ടേ മതിയാകൂ. ഉദ്യാവാർ 10-ാം മൈലിൽ നിന്നും ക്യാമറമാൻ വിനോദ് മേലിനൊപ്പം പ്രദീപ് നാരായണൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.